ഇതിലെ നേതാക്കന്മാരെയൊക്കെ പ്രതി ചേർത്തതും അതിൻ്റെ വകുപ്പുകൾ ചേർത്തതൊക്കെ CBI ആണല്ലോ. അപ്പോൾ അത് പരാജയം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുക? താഴെത്തട്ടിലുള്ള കുറച്ച് ഗൂഢാലോചന പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ പുറത്തിറങ്ങുന്നത്. കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഗൂഢാലോചന കുറ്റം ഇതുവരെയും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അല്ല, ഗൂഢാലോചന എന്ന് പറയുന്നത് KB കുഞ്ഞിരാമനെതിരെ എടുത്ത കേസ് ഗൂഢാലോചനയല്ലല്ലോ. ഗൂഢാലോചനയിൽ പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അവർ തെളിവ് നശിപ്പിക്കാനും പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗമല്ല അതല്ലേ വകുപ്പ് ഇട്ടില്ലല്ലോ. അപ്പോൾ അത് തെളിയിക്കാന്ന് വെച്ചാൽ ഗൂഢാലോചന വകുപ്പ് ചേർത്തിട്ടില്ലല്ലോ. വകുപ്പ് ചേർക്കണമെങ്കിൽ ഇവർ പ്രതികളെ സംരക്ഷിക്കാൻ, അതല്ലേ വകുപ്പ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കേസ് പോവും. അപ്പോൾ അതിനനുസരിച്ചുള്ള സാക്ഷി അതേപോലെ തന്നെ തെളിവുകൾ നമുക്ക് ഹാജരാക്കാനായിട്ടുണ്ട്. അതിനൊക്കെ കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഗൂഢാലോചനയിലുള്ള വകുപ്പ് ചേർത്താൽ മാത്രമേ ഗൂഢാലോചന തെളിയിക്കാനുള്ളൂ. ഗൂഢാലോചന ഇവിടെ ചേർന്ന് കുറച്ച് പേര് ഗൂഢാലോചനയുള്ളവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കാര്യം തെളിവിൻ്റെ അഭാവമൊന്നും അല്ല. ഒന്നും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അത് എന്താ വെച്ചാൽ അത് എങ്ങനെ എന്നുള്ളത് നമ്മൾക്ക് ഈ വിധി വന്നതിന് ശേഷം, അത് 3-ന് ശേഷം മാത്രമേ ഈ വിധിപ്പകർപ്പ് കിട്ടുള്ളൂ. അതിൻ്റെ എന്ത് അഭാവം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ വിധിപ്പകർപ്പ് കിട്ടി വായിച്ച് നോക്കി അതിൻ്റെ അഡ്വക്കേറ്റുമാർ കൃത്യമായി പ്രോസിക്യൂഷൻ കൃത്യമായിട്ടില്ല. അത് ചെയ്യാവുന്ന മാക്സിമം നമുക്ക് അതിൻ്റെ തെളിവുകളും സാക്ഷികളും മൊത്തം കൃത്യമായി കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ബോധിപ്പിച്ചതൊക്കെ ജഡ്ജി വേറെയായിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാ തലങ്ങളിലെ ജഡ്ജി ഇപ്പോൾ വിധി പറയുന്ന ജഡ്ജിനടക്കം ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ ഏടെ അഭാവം എന്നുള്ളത് നമ്മൾക്ക് അതെ ഈ വിധി പകർപ്പ് കിട്ടുമ്പോഴേ മനസ്സിലാവും. അതിലിപ്പോൾ നമുക്ക് മുൻകൂട്ടി ഒരു വിധി ഇപ്പോൾ നമ്മൾ പറയാം കോടതിക്കകത്ത് കിടക്കുന്നൊരു കേസ് പരിപൂർണമായിട്ട് അതിൻ്റെ വിധി പറയാത്തടത്തോളം കാലം നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അത് ജഡ്ജിൻ്റെ കയ്യിലല്ലേ ഇത്. അതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ അത് പറയാം എന്തിൻ്റെ പ്രയാസം. അല്ല, ഒരു അതിനെ ഈ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരിയായ നിയമവശവും ഈ തെളിവുകൾ ശേഖരിക്കുന്നതിലും അഭാവം. ഈ കൂടുതൽ ടീമല്ല അതിൻ്റെ പ്രാധാന്യം. അത് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. കോടതിയിൽ വാദം എന്ന് പറയുന്നത് അഡ്വക്കേറ്റുമാരുടെ ആ ഒരു പാരമ്പര്യം ജഡ്ജിനെ അത് കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ കുറേ കൂട്ടമൊന്നും വേണ്ട. അതിലിപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് നമ്മുടെ കാഞ്ഞങ്ങാടിലെ അഡ്വക്കേറ്റ് പത്മനാഭൻ നന്നായിട്ടുള്ള അതിൻ്റെ പെർഫോമൻസ് ചെയ്തു. ഇതിനു വേണ്ടി തന്നെ ഉറക്കൊഴിഞ്ഞ് ഇതൊക്കെ പഠിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കുറേ ആൾക്കാരുണ്ടായാലും കണക്കേനവിൻ്റെ ബാബുരാജ് ഇതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടല്ലോ. ബാക്കി എല്ലാ സൗകര്യങ്ങളും ചേർത്ത് ഒന്നിച്ചെന്നെ വക്കീൽ കോടതിയിൽ പോകാനും ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എപ്പോഴും തെളിവുകൾ അല്ലെങ്കിൽ സാക്ഷികളെ ഒക്കെ കൊണ്ടുപോകാനും പിടിക്കാനും ഇത് പറയാനും ഒക്കെ ബാബുരാജുണ്ട്. അപ്പോൾ പ്രോസിക്യൂട്ടർക്ക് കുറച്ച് സൗകര്യങ്ങളായി. നമ്മൾക്ക് അസിസ്റ്റൻ്റ് ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ പത്മനാഭൻ വക്കീലിനെ നമ്മൾ വെക്കുമ്പോഴും അയാൾക്ക് കൂടുതൽ ജോലി ഭാരങ്ങളുണ്ട്. ഒരുപാട് പഠിക്കണം. ഇത് എന്തെങ്കിലും കുറ്റപത്രം, ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രം പഠിക്കണം, പിന്നെ CBI കുറ്റപത്രം പഠിക്കണം. ഇതിനുള്ള ടാലിയാണ്, ഇതിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തണം. അങ്ങനെ ഒരു കൂടുതൽ പ്രയാസം, അതായത് ഒരു വലിയ ഒരു ഗ്രന്ഥം തന്നെ പഠിച്ചിട്ട് വേണം ഈ നിയമവശത്തിലേക്ക് പോകാൻ. അപ്പോൾ അത്രയും അവർക്ക് അതിൻ്റെ പ്രയാസങ്ങളുടെ 1.5-2 വർഷമാകുമ്പോഴത്തേക്കും അവരൊരു കൂട്ടമുണ്ടായിട്ടൊന്നും കാര്യമില്ല. പിന്നെ അഡ്വക്കേറ്റ് ശ്രീധരൻ നമ്മുടെ പാർട്ടീൻ്റെ ആൾ, ജില്ലാ കോൺഗ്രസിൻ്റെ DCC പ്രസിഡൻ്റായിരുന്നു. ഉദുമ നിയോജക മണ്ഡലം ഇവിടെ മത്സരിക്കാൻ MLA ആയി മത്സരിക്കാനുള്ള അവസരം കിട്ടിയ വ്യക്തിയാണ്. അതുപോലെ KPCCയിലും അയാൾ വർക്കിംഗ് സെക്രട്ടറി അങ്ങനെയുള്ള പദവികളിലൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുത്തും കൊണ്ട് ഇയാൾ കാശിൻ്റെ വഴി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഒരു പ്രസ്ഥാനം വളർത്തുക എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇതിന് കൂടി നിന്ന് ഈ വക്കീൽ പണിയെടുത്തുകൊണ്ട് കാശുണ്ടാക്കുക. ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ഒന്നും ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പോൾ CBI വരാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ സർക്കാരാണ് പോകുന്നത്. അപ്പോൾ ആ സർക്കാർ പിന്നെ എത്രയോ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടും അവർക്ക് ചിലവാക്കുന്നതിന് പ്രശ്നങ്ങളില്ല. കാരണം ഇവിടെ ഉണ്ടല്ലോ സർക്കാരിൻ്റെ പണമല്ലേ, അവരെ പാർട്ടി പണമോ അല്ലെ അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആളോ വ്യക്തികളുടെ പണമൊന്നുമല്ല. അപ്പോൾ അത് എടുത്ത് ചിലവാക്കിയിട്ട് സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ ഈ അന്വേഷണത്തെ ഇല്ലാണ്ടാക്കാൻ അപ്പോൾ ഇവർ പറയുന്ന രീതിക്ക് മാത്രമേ അന്വേഷിച്ചുകൂടൂ. അപ്പോൾ KV കുഞ്ഞിരാമനിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് അവരെ പിന്നെ ജില്ലയിലെ നേതാക്കന്മാരിലേക്ക് എത്തുമ്പോൾ അവർക്ക് പ്രയാസമുണ്ട്. അവരെ രക്ഷപ്പെടുത്താനുള്ള ഒറ്റ ഉദ്ദേശമാണ് CBI തടയാനുള്ള കാര്യം. അപ്പോൾ അവിടെ പരാജയപ്പെട്ടപ്പോൾ
പിന്നെ അവർക്ക് ഏകമാർഗ്ഗമേ ഉള്ളൂ കേരളത്തിലേക്ക് അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ വക്കീൽ എന്നുള്ളത് സി കെ ശ്രീധരൻ. അപ്പോൾ സി കെ ശ്രീധരനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കേസ് എങ്ങനെയായാലും പ്രതികളെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു ബോധ്യം പിണറായിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാളെ വിലക്കെടുക്കൂ. ആദ്യം പാർട്ടി ഇവിടെ നിന്ന് വിട്ടുമാറ്റി CPM-ലേക്ക് ചേർക്കുക. കോൺഗ്രസിനകത്ത് നിന്ന് കഴിഞ്ഞാൽ സി കെ ശ്രീധരന് ഒരിക്കലും ഈ വക്കാലത്ത് ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം പാർട്ടിയിലേക്ക് അങ്ങനെ അയാളെ വിലക്കെടുത്തതാണ്. പക്ഷേ അയാളെ ഒരു പെർഫോമൻസും ഈ കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും തരംതാഴ രീതിയിൽ അയാൾ അധപ്പതിച്ച രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഈ കേസിൻ്റെ 14 പേർക്ക് ശിക്ഷ കൊടുക്കുമ്പോഴും CBI അന്വേഷണത്തെക്കുറിച്ച് അയാൾ കുറ്റം പറയുമ്പോഴും അയാൾ വക്കാല ഏറ്റെടുത്തത് ആദ്യം KB കുഞ്ഞിരാമൻ പോലുള്ള 4 പേർക്കാണ്. ഇപ്പോൾ ഇവർ ഇളവ് ചെയ്ത് കിട്ടിയിട്ട് ഇവിടെ നിന്ന് വന്നത് പിന്നെ ശിക്ഷയില്ലാതെ വെറുതെ വിട്ട ആൾക്കാർ താഴെ തട്ടില്ല ഇവിടെയില്ല കൂടാതെ നമ്മുടെ ഏച്ചെടുക്കത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുമായിട്ട് ഈ CK യാതൊരു ബന്ധവുമില്ല. അതിന് ശക്തമായ തെളിവുകളുണ്ട്. KB കുഞ്ഞിരാമൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തി, അയാളെ ഏറ്റെടുത്ത വ്യക്തി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് എന്ത് റോള്? അയാൾ ഈ കേരളത്തിൽ വാദിച്ചതിൽ ഈ വക്കീൽ പണി എടുത്തതിന് ശേഷം ഇത്ര നീചമായ ഒരു പ്രവൃത്തി ചെയ്തൊരു വക്കീൽ, ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ നമ്മോട് കാട്ടിയ അതിനുള്ള ഒരു പ്രത്യേക ശിക്ഷയാണ് അയാൾക്ക് ഈ സമൂഹം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അയാൾ വില സി കെ ശ്രീധരൻ ഇന്നിപ്പോൾ പറഞ്ഞത് കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു നിയമോപദേശവും ഇതുവരെ ഈ കേസിന്റെ തുടക്കഘട്ടം മുതൽ ഞാൻ കൊടുത്തിട്ടില്ല. പിന്നീട് ഞാൻ പാർട്ടിയുമായി മാറിപ്പോയ സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ്. അല്ല, രാഷ്ട്രീയമായിട്ട് അയാൾ രാഷ്ട്രീയക്കാരനല്ല. ഇല്ല എന്ന് പറയാൻ ഞാൻ ചോദിക്കട്ടെ, CPM-ൽ പോയ ആൾക്കാരോ അതിനു വേണ്ടി നേട്ടം കൊയ്യുന്ന ആൾക്കാരോ ഒരു സത്യങ്ങൾ പറയാറില്ലല്ലോ. ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വെറും കള്ളത്തരം പറയുന്ന ഒരു ഭാഗമായി മാറിയിരിക്കുകയല്ലേ. ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കളവ് പറയും. ഞാൻ CK ശ്രീധരൻ നമ്മുടെ അടുത്ത് പോയി ഞാൻ ഇത്രയോ പടങ്ങൾ കാണിച്ചു തരാം. നമ്മളെ കൂടെ ഇരിക്കുന്നതും വേദി പങ്കിടുന്നതും അതുപോലെ തന്നെ പിന്നെ അവർ പറയുന്ന ഈ CK ശ്രീധരൻ ഇവിടെ ഉദുമയിൽ മത്സരിക്കുമ്പോൾ എൻ്റെ മോൻ, ഈ കൊല്ലപ്പെട്ട മോൻ, അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഈ അയാൾക്ക് കൊണ്ട് വോട്ട് പിടിക്കാൻ എൻ്റെ മോൻ വോട്ടായില്ല. ഇവിടെ നാട് നീളെ വീട് തോറും കയറി ഇറങ്ങി ഈ CK ശ്രീധരന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ പോയ ഞാൻ അതിൻ്റെ ഫോട്ടോ അടക്കം നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ ഇട്ട് കൊടുക്കുക അയാൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത്രമേലും ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, അല്ല ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞെല്ലാം പ്രവർത്തിച്ചതെന്ന്. അപ്പോൾ അത്ര ഒരു മനുഷ്യത്വം, ഒരു രാഷ്ട്രീയപരമായിട്ടൊരു കാഴ്ചപ്പാടോ ഒന്നുമല്ല. അയാൾക്ക് പണം ഉണ്ടാക്കണം. പണം അത് ക്രിമിനൽ വാദം നടത്തി കഴിഞ്ഞാൽ മാത്രമേ പണം കിട്ടൂ. പക്ഷേ സത്യസന്ധമായി ഞങ്ങളൊന്നിച്ച് കൂടിയാൽ വലിയ പണമൊന്നും കിട്ടില്ലല്ലോ. ഇതേലും മുൻകൂട്ടി കാണുന്നുണ്ടല്ലോ. അത് മുൻപേ ഈ സംഭവം നടന്ന ഉടനെ CBI വരുന്നു അറിയുമ്പോഴേ ഇവിടെ കച്ചവടം നടന്നു. അയാൾ നിയമോപദേശം എന്ന് പറഞ്ഞാൽ മൊത്തം കേസുകൾ ഇതിൻ്റെ ഇതും അയാളുടെ അടുത്ത് തന്നെ കൊണ്ടുപോയത്. അത് ഇപ്പോൾ പെരിയബാലകൃഷ്ണനായാലും ബാബുരാജായാലും ആദ്യം കാണുന്ന നമ്മളെ പാർട്ടി വക്കീൽ എന്നുള്ള നിലക്ക് അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തതും. എറണാകുളത്ത് പോയിട്ട് CBI ഇതിൽ അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഈ ആസിഫ് അലിയെ സമീപിക്കുന്നത്. ആസിഫ് അലി സാറ് വീട്ടിൽ വന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഇതെല്ലാം ആസിഫ് അലി ഈ കാര്യത്തെ CBI അന്വേഷണം വേണമെന്നില്ല ഇതെല്ലാം ഫലം ചെയ്യുന്ന ഇതിന് ശേഷമാണ് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം അയാൾ പറ്റൂല. അപ്പോൾ പറ്റൂല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാൾ മുൻകൂട്ടി ഒരു ധാരണയിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് കഴിയുന്നതെന്ന് പറയുന്നു. പിന്നെ അയാൾ പറയുന്ന ഇനി വാക്കിനൊന്നും വലിയ കാര്യം, അയാൾ പ്രവൃത്തി കണ്ടില്ലേ. പിന്നെ എന്തോ കള്ളങ്ങൾ ആർക്കും എന്തെങ്കിലും പറയാം, അതിലെ പ്രവൃത്തി തന്നെ മനസ്സിലാകുന്നില്ലേ എല്ലാവർക്കും. ശരി.